വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവ ആക്രമണം. ആശ്രമക്കൊല്ലി ഐക്കരക്കുടിയിൽ പശുക്കിടാവിനെ കൊന്നു. വിവരങ്ങളുമായി ഷിബു CV ചേരുകയാണ്. വിവരങ്ങളുമായി ഷിബു, അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ വയനാട് MP രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു. ഇപ്പോൾ ആരുടെ വീടാണ് ആദ്യം സന്ദർശിക്കുക? എവിടെയാണ് രാഹുൽ ഗാന്ധി? മറ്റു വിവരങ്ങളിലേക്കൊന്ന് പോയാൽ. രാഹുൽ ഗാന്ധി ആദ്യം എത്തുന്നത് തോൽപ്പെട്ടിയിലെ ആദ്യം മരിച്ച ജനുവരി 31 മരിച്ച തോൽപ്പെട്ടി ലക്ഷ്മണൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിലാണ്. അദ്ദേഹം ഒരു എസ്റ്റേറ്റ് വാച്ചറായിരുന്നു. ഈ എസ്റ്റേറ്റ് വാച്ചർ അദ്ദേഹം മരിച്ച നിലയിൽ കണ്ടെത്തിയും പിന്നീട് ആശുപത്രിയിൽ എത്തിച്ച് പരിശോധനകളെല്ലാം നടത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കാട്ടാനയുടെ ആക്രമണത്തിലാണ് മരിച്ചതെന്ന് മനസ്സിലാക്കിയത്. റിപ്പോർട്ട് വന്നത് അദ്ദേഹത്തിന്റെ വീടാണ് ആദ്യം രാഹുൽ ഗാന്ധി സന്ദർശിക്കുക. അതിനുശേഷം കഴിഞ്ഞ ആഴ്ച മരിച്ച പടമലയിലെ അജീഷിന്റെ വീട് സന്ദർശിക്കും. അജീഷിന്റെ വീട് സന്ദർശിച്ച ശേഷമായിരിക്കും ഇന്നലെ അടക്കം ചെയ്ത സംസ്കാര ചടങ്ങുകൾ നടന്ന പോളിന്റെ, അതായത് കുറുവാദ്വീപിലെ EDC ജീവനക്കാരൻ പോളിന്റെ വീട് സന്ദർശിക്കുക. പോളിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം നേരെ പോവുക കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രജീഷിന്റെ വീട്ടിലേക്കാണ്. വാഗേരിയിലായിരുന്നു കടുവ ഏറെക്കാലം ഭീതി പരത്തിയത്. അവിടെ കടുവ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവിടെയായിരിക്കും രാഹുൽ ഗാന്ധി പിന്നീട് പോവുക. അതിനുശേഷം കൽപ്പറ്റയിൽ എത്തി ഒരു ഉദ്യോഗസ്ഥരുടെ യോഗത്തിലും രാഹുൽ ഗാന്ധി MP പങ്കെടുത്ത ശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങുക. ഭാരത് ന്യായ് ജോഡോ യാത്ര നടത്തുന്നതിനിടെ അദ്ദേഹം ഒരു ദിവസം യാത്ര നിർത്തിവെച്ചാണ് ജനങ്ങളുടെ പ്രതിഷേധങ്ങളും ഇവിടുത്തെ പ്രശ്നങ്ങളും കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ മണ്ഡലം കൂടിയായ വയനാട്ടിലേക്ക് എത്തുന്നത്. മാനന്തവാടിയിലാണ് അദ്ദേഹം ആദ്യം എത്തിയിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം ആദ്യം മരിച്ച അജീഷിന്റെ വീടാണ് സന്ദർശിക്കുന്നത്. എന്തെങ്കിലും പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നൽകിയോ? നേരത്തെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായ സമയങ്ങളിലൊക്കെ ബന്ധുക്കളെ ഫോണിൽ വിളിച്ചും പിന്നീട് മുഖ്യമന്ത്രിക്കും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിക്കെല്ലാം കത്തെഴുതിയും പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെ അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പും ഉണ്ടായിരുന്നു. അതിലെല്ലാം ഉള്ളത് ശാശ്വതമായ പരിഹാരം കാണാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് സംയുക്തമായി വിനിയോഗിച്ച് സംയുക്ത പദ്ധതി ആവിഷ്കരിക്കണം എന്നൊരു നിലപാടായിരുന്നു MPക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നത്. സംസ്ഥാന സർക്കാരിനെ മാത്രമോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ മാത്രമോ കുറ്റപ്പെടുത്തി ഫണ്ടുകളുടെ ഏകോപനം വേണം, ശാശ്വതമായ പരിഹാരം വേണം, പദ്ധതി വേണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതേസമയം തന്നെ ഓരോ ദിവസവും ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങൾ അവരുടെ ബന്ധുക്കളെ വിളിച്ച്, ഏറ്റവും ഒടുവിൽ അജീഷിന്റെ മരണമുണ്ടായ ദിവസം അജീഷിന്റെ ബന്ധുക്കളെ വിളിച്ചാണ് അദ്ദേഹം ആശ്വസിപ്പിച്ചത്. ഇന്ന് വരുന്നത് കൊണ്ടാകാം ഒരുപക്ഷെ പോളിന്റെ കുടുംബാംഗങ്ങളെ ഫോണിൽ വിളിച്ചതായി റിപ്പോർട്ടില്ല. ബാക്കി എല്ലാവരെയും അദ്ദേഹം ഫോണിൽ വിളിച്ച് അന്ന് തന്നെ അനുശോചനം അറിയിക്കുകയും ദുഃഖത്തിൽ പങ്കുചേരുന്നു, പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് വേണ്ടി ശ്രമം ചെലുത്തും, സമ്മർദ്ദം ചെലുത്തും എന്നെല്ലാം പറഞ്ഞിരുന്നു. ഇന്നും അത് തന്നെ ആയിരിക്കും. ആ കാര്യങ്ങളുടെ ഒരു ഏകോപനം ജില്ലാ ഭരണകൂടം എങ്ങനെ നടത്തുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ ഇന്ന് നടത്തുമെന്നാണ് അറിയുന്നത്. ഇന്നലെ ജില്ലാ കലക്ടറെ MP വിളിച്ചിരുന്നു, കാര്യങ്ങൾ തിരക്കിയിരുന്നു, സ്ഥിതിഗതികൾ അറിഞ്ഞിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ അടുത്ത വൃത്തങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലായത്.